ഞാനങ്ങനെ റിയാക്ട് വീഡിയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് റിയാക്ട് ചെയ്യാതെ ഇരിക്കാൻ വയ്യ. കാരണം മുന്നേ 2, 3 കൊല്ലം ബാക്കോട്ട് പോവാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഇഷ്യൂസിനകത്ത് കേരളം മൊത്തം വൈറലായിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീ. എന്നിട്ട് അത് വൻ പ്രശ്നമാണ്. അതേ ട്രെൻഡ് അനുസരിച്ച് വേറെയും കുറെ KSRTC യാത്രയിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ സിമിലാരിറ്റി. അതിലൊക്കെ കുറച്ച് സത്യം നിന്ന് വെക്കാം. പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടപ്പോ ഞാൻ ഒരുപാട് വട്ടം കണ്ടു നോക്കി. ഒരു 10ന് മേലെ. പക്ഷെ എനിക്കതിലൊരു തെറ്റായിട്ട് ഒരു കാര്യം തോന്നിയിട്ടില്ല. പക്ഷെ ആ വീഡിയോന്റെ റീച്ച് നോക്കുമ്പോ 6 മില്യൺ ആണ്. അതായത് 6 എമ്മിന്റെ മേലെ വ്യൂസ് ഉണ്ട്. അപ്പൊ അതിനർത്ഥം അതൊരു റീച്ചിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. അതില് എന്താ പറയാ, ആ പെൺകുട്ടി ആ വ്യക്തിനെ ഫേസ് ബ്ലർ ആക്കിണ്ട്. അതിന്റെ ആവശ്യം എന്താ? കാരണം അയാൾ ഒരു തെറ്റ് ചെയ്തിട്ട് ഒരാളാണെങ്കിൽ അതിന്റെ ഫേസ് പുറത്ത് കൊടുത്തിട്ട് ആ വീഡിയോ ആൾക്ക് പോസ്റ്റ് ചെയ്യാം. പക്ഷെ അതല്ല ചെയ്തേക്കുന്നത്. ആ വ്യക്തി ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു വീഡിയോ അടുത്തിരിക്കുന്നത്. അതുകൊണ്ടുണ്ടായ ഇഷ്യൂസ് എന്തോരം ആ കുടുംബത്തിനുണ്ടാവും, ആ വ്യക്തിയുടെ. അത് അവര് ചിന്തിക്കുന്നില്ലല്ലോ. തികച്ചും ഈ വീഡിയോ ഒരു റീച്ചിന് വേണ്ടി മാത്രമാണ് എനിക്ക് കണ്ടപ്പോ തോന്നിയേട്ടാ. ഇതേ ട്രെൻഡ് ഇനി തുടരുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി സത്യം ഉണ്ടാകുന്നോ അതൊന്നും മനസ്സിലാവാത്ത സിറ്റുവേഷൻ വരും. നാളെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ തലയിറങ്ങി വീണാൽ പോലും ഒരാൾ സഹായിക്കാണ്ടാവില്ല. തെറ്റിദ്ധാരണ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇത് സംഭവം എന്തായാലും മോശമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എന്താ അർത്ഥം എന്നറിയില്ല. ഇങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ടെങ്കിൽ എന്ത് 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 ഉദ്ദേശമാണ് സൊസൈറ്റിക്ക് എന്താണ് കൊടുക്കുന്നത് കൊണ്ട്? റീച്ചിന് വേണ്ടി മാത്രം ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തുകൊണ്ട് യാതൊരു ഉപകാരമില്ല. അപ്പോ ഈ ഒരു സംഭവത്തിൽ ഞാൻ യോജിക്കുന്നില്ല.